ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം വേഗം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വാക്കിന് പോകാമെന്ന് വെച്ചാൽ അവിടെ അടുത്തൊന്നല്ല, ഞാൻ ചർച്ച് സ്ട്രീറ്റിലേക്കാണ് വന്നത്. ചർച്ച് സ്ട്രീറ്റിൽ നിന്നാണ് വാക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഒരു നൈറ്റ് വൈബാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഓമി വിടുവേ ഇല്ല. അപ്പോൾ ഓമിനെ കൂട്ടിയിട്ടേ പോയിട്ടില്ല. അപ്പോൾ ഓമിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. നമുക്ക് പോയേക്കാം. ഒരു നൈറ്റ് ലൈഫിൽ നല്ല അടിപൊളിയുള്ള ഒരു സ്ഥലമാണ് ഇതിവിടെ. കുറേ പബ്ബുകളും കുറേ റെസ്റ്റോറൻറ്റുകളും, പിന്നെ നമുക്ക് ഷോപ്പ് ചെയ്യേണ്ട കുറേ സാധനങ്ങളില്ലേ, ഈ മാല, വള, പിന്നെ നമ്മളെ ഡ്രസ്സുകൾ, അങ്ങനത്തെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു, നമുക്ക് ഒന്നും വാങ്ങിക്കാൻ വാങ്ങിക്കാനില്ലെങ്കിലും ഇതിലൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാൻ എന്തോ ഒരു വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് വീക്കെൻഡ്സിലൊക്കെ വന്ന് ഇതിലൂടെ ഇങ്ങനെ നടക്കാം. അപ്പോൾ നമുക്ക് കുറേ സൈഡിലൊക്കെ കുറേ കടകൾ കാണാൻ പറ്റും, തിന്നാനുള്ളതും പിന്നെ ഇങ്ങനത്തെ ഓരോ കഫേസും ഓരോ കാര്യങ്ങളും നമുക്ക് കാണാം. സാധനം അല്ലെ, നമുക്കിങ്ങനെ ഫ്രെയിമെല്ലാം ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനം. ഇതിൻ്റെ ഉള്ളിൽ വേണേൽ ഫ്രെയിം ചെയ്ത് വെക്കാം. ഇതെന്താന്ന് എനിക്കറിയില്ല. ബി ദ പേഴ്സൺ യു ലവ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. Shih Tzu? Yeah, Shih Tzu. I have the same breed. What's his name? Omi. Oh, hi, Omi. Hi. Is he friendly? Yeah. I have the same breed, but he's a bit aggressive. Hi, cute. Omi Avara. How old is he? 1 year complete. Thank you. Mine is 3 years old. 3 years? Yeah. Hi, baby. Hi. ഇതാന്ന് ഓമീനെ കൂട്ടി വന്നാലുള്ള പ്രശ്നം. ഫുൾ ഫാൻസാണ് ഓമിക്ക്. എപ്പോൾ പോയാലും എല്ലാവരും സോ ക്യൂട്ട് എന്ന് വെച്ചാൽ ഓമിൻ്റെ വയ്യ തന്നെ. ഇന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ ഓമിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പിന്നെ ഇങ്ങനെ നമ്മുടെ കുതിര സവാരിയെല്ലാം പോകുന്ന പോലെ ഇങ്ങനെ പോകുന്നതും ഓമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓമിനെ ഞാൻ നിലത്തിറക്കാറില്ല. ഇവിടെയൊക്കെ ഭയങ്കര പൊടിയൊക്കെ ഉണ്ട്. അത്ര പൊടിയില്ല, എന്നാലും ചെറുകിന പൊടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നടക്കണം, അതാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. ഷൂസൊക്കെ കാണാൻ പറ്റില്ല. ഷൂസൊക്കെ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഷോപ്സാണ്. അതിൻ്റെ ഉള്ളിൽ വെസ്റ്റേൺ ഡ്രസ്സാണെന്ന് തോന്നുന്നു. വെസ്റ്റേൺ ഡ്രസ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓമിക്ക് ഫുൾ ഫാൻസ്. ടോയ് ബൈ. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ ഓരോന്ന് ഇങ്ങനത്തെ ബലൂൺസ് അങ്ങനത്തെ പിന്നെ വളമാല അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ ജോലി കഴിഞ്ഞ് തിരിച്ച് പോകുന്നതാണ് എല്ലാം പാക്കാക്കിയിട്ട്. ചെറിയ കുട്ടീനെയൊക്കെ കൂട്ടിയിട്ടാണ് അവർ വരുന്നതല്ലേ. ഓമി പുറത്തിറങ്ങിയാലാന്ന് ഭയങ്കര ഇങ്ങനെ ശാന്തമായിട്ട് വെക്കുന്നത്. അതാണ് അവരെല്ലാം പറഞ്ഞത്, ഭയങ്കര ശാന്തമായിട്ട്. പക്ഷെ ശരിക്കും ഓമി ഇങ്ങനെയല്ല. ഓമി വീട്ടില് ഭയങ്കര വികൃതിയാണ്. ഇത്ര ശാന്തനൊന്നും അല്ലോ. ഇവിടെയൊക്കെ കുറേ പബ്ബുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിപ്പോൾ വന്നത് വെനസ്ഡേ ആയതുകൊണ്ട് അത്ര ഒരു തിരക്കില്ല. പക്ഷെ നമ്മൾ ഫ്രൈഡേ നൈറ്റോ സാറ്റർഡേ നൈറ്റൊക്കെ വന്നാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. നമുക്ക് നിൽക്കാൻ തന്നെ പറ്റില്ല, അത്രയും തിരക്കായി ഇപ്പോൾ ഈ പബ്ബിലും കാര്യങ്ങളിലെല്ലാം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആയി, കാരണം 10 മണിയൊക്കെ കഴിഞ്ഞ്. ഹലോ